സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലെ ഒത്തുകളി വിവാദത്തിന്റെ കാറ്റ് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒത്തുതീർപ്പ് ചർച്ച TP വധക്കേസിന്റെ പേരിലായിരുന്നുവെന്നും മധ്യസ്ഥനുണ്ടായിരുന്നുവെന്നും ചീഫ് വിപ്പ് വെടിപൊട്ടിച്ചു. പതിവ് പോലെ കെ സുരേന്ദ്രൻ PC-ക്കൊപ്പം അണിനിരന്നു. ചർച്ചയുടെ വഴികൾ സുരേന്ദ്രൻ തന്നെ പറയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്ത സെക്രട്ടേറിയറ്റ് ഉപരോധം അവസാനിപ്പിക്കാൻ കുഞ്ഞാലിക്കുട്ടിയും എളമരം കരിയും അടക്കമുള്ള ആളുകൾ തമ്മിൽ എന്ത് ചർച്ചയാണ് നടന്നത്? കുഞ്ഞാലിക്കുട്ടിയും എളമരം കരിയും ഇരട്ട കുട്ടികളാണെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അവർ രണ്ടുപേരും ഒരേ സ്വഭാവമുള്ള രണ്ട് രാഷ്ട്രീയ നേതാക്കളാണ്. ഇടതുപക്ഷത്തിന്റെ കുഞ്ഞാലിക്കുട്ടിയാണ് എളമരം കരിയും. TP വധക്കേസിൽ CPIM-നെ സഹായിക്കാമെന്നാണത്രേ കോംപ്രമൈസ് ഫോർമുല. സാക്ഷികളുടെ കൂറുമാറ്റത്തിന്റെ പേരിൽ തിരുവഞ്ചൂരും പിണറായിയും നേരത്തെ ഗുലുമാലിൽപ്പെട്ടതാണ്. ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ട ദിവസം രാത്രി 11 മണിക്ക് ശേഷം CPIM-ന്റെ ഒരു ജില്ലാ സെക്രട്ടറിയും CPIM സംസ്ഥാന സെക്രട്ടറിയും തമ്മിൽ നടന്ന ടെലിഫോൺ സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ പോലീസിന്റെ കയ്യിൽ ലഭിച്ചതുകൊണ്ടും TP ചന്ദ്രശേഖരൻ കൊലക്കേസിനെ വെച്ച് ഒരു വിലപേശൽ നടത്തിയുമാണ് ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥ, ഒത്തുകളി ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ ഉണ്ടാക്കിയത്. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ, ജനനഭാരങ്ങൾ ചുമന്നും സമയതീരങ്ങൾ തിരഞ്ഞും നിലയുറയ്ക്കാതെ കുഴഞ്ഞും തുഴകളില്ലാതെ തുഴഞ്ഞും ഇരുളിലങ്ങിങ്ങു പകലു തേടുമ്പം കുലുമാൽ. ഈ സമരം തുടങ്ങിയതും ഇത് അവസാനിപ്പിച്ചതും ഏതൊക്കെയോ തരത്തിലുള്ള ഗൂഢാലോചനകൾ ഇതിന് പിന്നിൽ, പല ആലോചനയും ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യം. മുഖ്യമന്ത്രിയുടെ രാജി മാത്രം ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതും കൂടി സംശയം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഇപ്പം കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലാപത്തിൻ്റെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ CPM ആ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം എന്നുള്ളതിന് സംശയം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. KK രമ ഇപ്പോൾ A ഗ്രൂപ്പിൽ ചേർന്നുവെന്ന് തോന്നിപ്പോകും. ഉമ്മൻചാണ്ടിയോട് ചെറിയൊരു അനുഭാവമൊക്കെ ഉണ്ട്. എന്തായാലും ആക്ഷേപം ഇങ്ങനെ കത്തിപ്പടരുകയാണ്. CPIM നേതൃത്വത്തെ ബ്ലാക്ക്മെയിൽ ചെയ്ത് നിർത്തുകയാണ് ഐക്യജനാധിപത്യ മുന്നണി ചെയ്തത്. ചന്ദ്രശേഖരൻ വധവും ലാവലിനും അങ്ങനെയുള്ള ചില ഇഷ്ട വിഷയങ്ങളൊക്കെ എടുത്ത് ചിലർ കൈകാര്യം ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതൊന്നും ഞങ്ങളുടെ തീരുമാനത്തിൻ്റെ ശോഭക്ക് മങ്ങലേൽപ്പിക്കാൻ പറ്റുന്ന ആക്ഷേപങ്ങളല്ല. ഇല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയട്ടെ, മെയ് മാസം 4-ാം തീയതി, കഴിഞ്ഞ കൊല്ലം മെയ് മാസം 4-ാം തീയതി 11 മണിക്ക് ശേഷം CPIM-ന്റെ ഒരു ജില്ലാ സെക്രട്ടറി 1 മണിക്കൂർ 20 മിനിറ്റ് നേരം പിണറായി വിജയനുമായി സംസാരിച്ചതിന്റെ രേഖകൾ തങ്ങളുടെ കയ്യിലില്ല എന്ന് ഞാൻ ഇന്ന് രമയായിട്ട് സംസാരിച്ചിരുന്നു. അവർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കേസിന് എല്ലാ വിധത്തിലുള്ള ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള നിലയിലാണ് എന്നോട് തന്നെ സംസാരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഞാനെടുത്ത നിലപാടിനെക്കുറിച്ച്, ഗവൺമെൻറ് എടുത്ത നിലപാടിനെക്കുറിച്ചൊക്കെ നല്ല അഭിപ്രായത്തിലാണ് എന്നോട് സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ ഒത്തിരി ആളുകൾ അഭ്യൂഹം ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രക്തസാക്ഷിയുടെ സഹധർമ്മിണി എന്നുള്ള നിലയിൽ അവർക്ക് വേദനയും ദുഃഖം ഉണ്ടാവില്ലേ? CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ, പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ, CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം, CPIM നേതാവ് K ഇസ്മായിൽ, സംസ്ഥാന മന്ത്രി ഷിബു ബേബി ജോൺ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവും വ്യവസായ മന്ത്രിയുമായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി. രാഷ്ട്രീയമായ ഉപജാപങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി സാധാരണ നിലക്ക് BJP മാത്രമാണ്. ആ പാർട്ടി ഞങ്ങൾക്ക് നേരെ ആരോപണമായിട്ടൊക്കെ വരുന്നത് വളരെ വിചിത്രം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. പിണറായിയുടെ ഈ മറുപടി സുരേന്ദ്രനെ മാത്രമല്ല PC ജോർജിനെയും ഉദ്ദേശിച്ചാകണം. ഈ നാക്ക് വാടക കൊടുക്കുന്ന ചിലരുണ്ട്. അങ്ങനെ ഈ നാക്ക് വാടക കൊടുക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഈ പറഞ്ഞയാൾ. അയാളുടെ ഉദ്ദേശം യൂസഫ് അലിയെ മഹത്വവൽക്കരിക്കലാണെന്നാണ് തോന്നുന്നത്. കാരണം കേരളത്തിലെ 10,000 പങ്കെടുത്ത ഒരു സമരത്തിൽ ഈ കേരളത്തിലെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും സ്വാധീനിക്കാൻ മാത്രമുള്ള മഹത് വ്യക്തിയാണ് യൂസഫ് അലി എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അത് യൂസഫ് അലിയുടെ ഒരു PR വർക്ക് നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അത് തനി അല്പത്തമായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. അത്തരം അല്പത്തങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല. നാടകാന്തം വിവാദം തുടരുക തന്നെയാണ്. അപ്പോഴും രാജിവെക്കും വരെ സമരം എന്ന് ആവർത്തിക്കുന്നുമുണ്ട്.
നാടകങ്ങളുടെ തനി ആവർത്തനം എന്ന പോലെ. കേരളത്തിലെ ജനങ്ങൾ മനസ്സാ സ്വീകരിച്ചതും ഈ ഘട്ടം വിജയകരവുമായിരുന്നു. ഞങ്ങളുടെ പൂർണ്ണ മുദ്രാവാക്യം രാജിയ. ആ രാജിക്കുമുള്ള സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. വിപ്ലവ വീരമുറന്നുണരട്ടെ, വിശ്വാസികളെ വന്നാട്ടെ, നാടുടിക്കും സാത്താന്മാരിന് പേടിച്ചോടി ഒളിക്കട്ടെ, നാടുമുടിക്കും സാത്താന്മാരിന് പത്മത്തിലടിമുടി ആറാടിയിട്ടും ചന്ദനം വാരി പൂശിയിട്ടും, പത്മത്തിലടിമുടി ആറാടിയിട്ടും ചന്ദനം വാരി പൂശിയിട്ടും, മെക്കെട്ട് കയറുവാൻ വന്നാൽ തിരിച്ചടി കിട്ടും, മെക്കെട്ട് കയറുവാൻ വന്നാൽ തിരിച്ചടി കിട്ടും. മാമോദിസ വെള്ളം വീണവർ മാപ്പു പറഞ്ഞു മടങ്ങില്ല, സത്യം തുറന്നു പറഞ്ഞാലെന്താ, വെട്ടി വിഴുങ്ങിയതറിയൂല്ലോ, വെട്ടി വിഴുങ്ങിയതറിയൂല്ലോ. കള്ള സിമന്റിന് കാവലിരിക്കുന്ന കള്ളശിഖണ്ഡിയെ കണ്ടോളാം, നിന്നെ ഞങ്ങൾ എടുത്തോളാം. ഇവിടെ ഒരു സമരം നടക്കുമ്പോൾ ചർച്ച പോലും ചെയ്യത്തില്ല എന്നുള്ള ദുരഭിമാനം ഒന്നും ഗവൺമെൻറ്റിനില്ല. അതുകൊണ്ട് ചർച്ച അവർ, ഞാൻ പറഞ്ഞ വാക്ക് തന്നെ നിങ്ങൾ ഓർത്തിരിക്കും, അവർ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ, ഞാൻ ചർച്ചയ്ക്ക് തയ്യാറെന്നല്ല പറഞ്ഞത്, ഞാൻ ചർച്ചയ്ക്ക് വിളിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് കേട്ട പാതി കേൾക്കാത്ത പാതി അവർ അത് അങ്ങ് നിഷ്കരണം അവർ തള്ളിക്കളയും. ഓങ്കാരപ്പൊരുളാണ് സത്യം, ഞങ്ങൾ ഓടിയൊളിക്കുമെന്നോർക്കേണ്ട, പള്ളിപ്പടയുടെ മൂച്ചൊന്നും നോക്കേണ്ട, തില്ലേച്ചൻ തന്നെ നയിച്ചാട്ടെ, അക്കരെ ഇക്കരെ നിൽക്കും ഞങ്ങൾക്കൊക്കെയും ഈ ഒരു പാലം മാത്രം. എന്തായാലും ഒരു സോളാർ കൊണ്ടൊന്നും തോൽക്കുന്നതല്ല ഉമ്മൻചാണ്ടിയുടെ പാരമ്പര്യം. പുതുമയില്ലാത്ത ആരോപണങ്ങളുമായി ഇനിയെങ്കിലും ആളുകൾ വരാതിരിക്കുക. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് മൊണാലിസ മോഡൽ ചിത്രവിവാദം. അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ, ആനകളെയും തെളിച്ചുകൊണ്ട്? എന്താ സ്ത്രീ നിഷിദ്ധവർഗമാണോ? സ്ത്രീകൾ കുഷ്ഠരോഗികളാണോ?